ഈ ദീപാവലിക്ക് ഇതാ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടോ. കണ്ടാൽ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ബേക്കറി സ്റ്റൈലിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹാപ്പി ദിവാലി ടു ഓൾ മൈ വ്യൂവേഴ്സ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കുറച്ച് ട്രിക്സും ടിപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക കേട്ടോ. 2 ലിറ്റർ പാലാണ് എടുത്തത്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഏലക്ക പൊടിച്ചതും ആവശ്യമുള്ളത് അന്നേരം ചേർക്കുക. അപ്പോൾ നമ്മളിതാ 1 ടീസ്പൂൺ നെയ്യ് ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച്, ഇത് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ്, എന്നിട്ട് എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടിതാ പാല് 2 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ പാല് കുറച്ചൊന്ന് അടുപ്പത്ത് വെച്ച് തിളയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ തിളയ്ക്കണവരെ കൈവെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. എന്താ അറിയുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം ഇതാ ഒരു 10 മിനിറ്റ് ആയപ്പോൾ പാലെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയി ഇളക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പാടൊക്കെ വടിച്ച് ഉള്ളിലേക്ക് ആക്കി വെച്ച് കുറച്ച് നേരം ഇടവിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റവ് ലേശം അങ്ങ് തീ കുറച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പച്ച തൂവണ്ട. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ചട്ടകം എല്ലാ സൈഡിൽ വെച്ചോ നിങ്ങൾ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കേക്ക് ടിൻ റെഡിയാക്കണം. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിൽ റെഡിയാക്കാം കേട്ടോ, ചോറ്റുപാത്രം എന്ത് പാത്രം ആയാലും വേണ്ടില്ല. കുറച്ച് വെണ്ണ തടവി നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കുക. പിന്നെ വേണ്ട 2 ബ്ലാങ്കറ്റും റെഡിയാക്കി വെക്കണം. കാരണം ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും റെഡിയാക്കാൻ സമയം ഉണ്ടാവില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ സെറ്റാക്കണം. അപ്പോൾ ഇതാ പാല് നല്ലോണം തിളച്ച് ഇതാ സൈഡൊക്കെ ഞാൻ വടിച്ച് ഇതിലാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഇതാ പകുതി പോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്നിച്ച് ഒഴിക്കാതെ കുറച്ച് ഒഴിക്കാവൂ. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നിച്ച് വലിയ കട്ടയായിപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ കട്ടകളാണ്. അപ്പോൾ ഇതാ പാലെല്ലാം തെരുതെരുക്കാൻ തുടങ്ങി കേട്ടോ. നല്ലോണം മിക്സും ചെയ്യണം കേട്ടോ ഒഴിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കട്ടയായിപ്പോൾ. ഇപ്പോൾ അത് പോരാ, കുറച്ചുകൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലെമൺ ജ്യൂസ് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു 1-2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ വിനാഗിരി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതിൽ, എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ കുറച്ച് നല്ല പോലെ തിക്കായി വരുന്നുണ്ട് ഇത് കേട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്യുക. മതി, ഇത്രയും മതി നമുക്ക് കേട്ടോ. ഇതിൽ അത്യാവശ്യം തരിതരികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള നാരങ്ങ നീര് നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് വടിച്ചെടുക്കണേ, അത് മറന്നു പോകരുത്. അത് നല്ല ടിപ്പാണ് കേട്ടോ. അല്ലെ സൈഡിലെല്ലാം കിടന്ന് അവിടുന്ന് ഉണങ്ങി പിടിച്ച് കരിയും, പിന്നെ നമുക്കിത് കുറയും ചെയ്യും, സാധനം കുറവുണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇതാ നല്ലോണം തിളച്ച് കളറൊക്കെ മാറിയണല്ലോ. അപ്പോൾ പഞ്ചസാര, നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഒന്നിച്ച് ചേർക്കാൻ പാടില്ല, കുറേശ്ശെ ഇടുക. എന്താ അറിയോ, പെട്ടെന്ന് ഒന്നിച്ച് പഞ്ചസാര ചേർക്കുമ്പം ഇതിൻ്റെ തള കുറയാൻ പാടില്ല. എല്ലാ സ്റ്റേജിലും ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കണം. ഞാനതാ കുറേശ്ശെ ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ച് പ്രാവശ്യങ്ങളായിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ഇട്ട് അതൊന്ന് ഉരുകണനുസരിച്ച് അടുത്ത് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ സൈഡ് വടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ കണ്ടോ, സൈഡിലൊക്കെ പിടിച്ചിരിക്കണം. നമ്മൾ നിൽക്കുന്ന സൈഡിൽ കൂടുതലുണ്ടാവും, ഒന്ന് ചുറ്റും നടന്ന് വടിക്കണം. ഇതാ ബാക്കി പഞ്ചസാരയും കൂടി ഞാൻ അതിലിട്ടു കേട്ടോ. ഇനിയിപ്പം നല്ലോണം ഇതാ മിക്സ് ചെയ്തിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ലോണം വറ്റി വരുമ്പോൾ അതിൻ്റെ മേലേന്ന് കുമിളകളൊക്കെ നമ്മളെ മേലേക്ക് തെറിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഇതുപോലെ പ്ലേറ്റ് എടുത്ത് അതിൽ പറ്റുന്നത് അതുമേലെ വെച്ചിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കൽ നിർത്തരുത് കേട്ടോ, അടി പിടിക്കും. പിന്നെ ഇതാ ഞാനിപ്പോൾ ഇതാ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ ചീനച്ചട്ടിയിൽ ഫസ്റ്റ് ഒഴിച്ചതാണ്, പിന്നെ നമ്മൾ ആഡ് ചെയ്തില്ല കേട്ടോ. ആ പൊട്ടിത്തെറിക്കലെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെയ്യ് കൂടെ പൊട്ടിത്തെറിച്ചു പോകും. അടുത്ത ടീസ്പൂണും കൂടി നെയ്യ് ആഡ് ചെയ്തു. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് മതി. ഞാൻ ആകെ അത്രയും ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ, ഒരു 4. അപ്പോൾ ഇതാ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടുക. അപ്പം നല്ല വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ടല്ലോ. ഏലക്കാപ്പൊടീൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ, അത് ഒഴിവാക്കാം. വേണമെങ്കിൽ ഇട്ടാൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അതാ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് വേണ്ട.
അതിൻ്റെ ജലാംശമൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കട്ടിയായി പോയി. ഇതൊക്കെ 18 അതിനാണ് ഞാൻ ആദ്യം റെഡിയാക്കാൻ വെക്കാൻ പറഞ്ഞത്. ബ്ലാങ്കറ്റും ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു പ്ലേറ്റ് കൊണ്ട് മൂടി വെക്കണം. എന്നിട്ടിതാ നമ്മൾ എടുത്തു വെച്ച ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് നല്ലോണം മൂടി പുതച്ച് വെക്കണം. എന്തിനാണെന്നറിയോ? ഇതിൻ്റെ ചൂട് നഷ്ടപ്പെടാണ്ടിരിക്കും. ബാക്കി കുക്കിംഗ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കും. അപ്പോഴാണ് കേക്കിന് നല്ലൊരു കളറ് കിട്ടുക. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം ഇതാ പിറ്റേ ദിവസമായി, വേണമെങ്കിൽ 5-6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്തത് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഒരു കത്തി എടുത്തിട്ട് സൈഡ് കൂടിയൊക്കെ ഒന്ന് ഓടിച്ചു കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് കിട്ടൂല. ഞാൻ എന്താ വെച്ചാൽ ബട്ടർ പേപ്പറും വെച്ചില്ല. നിങ്ങൾക്ക് വേണേൽ ബട്ടർ പേപ്പറും വെക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് എടുക്കാം നമുക്ക്. എന്നിട്ട് ഇതാ ഞാനിതെല്ലാം ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ഇതാക്കി വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് മറിച്ചിടുക കേട്ടോ. അപ്പോൾ ഒരു തട്ടും തട്ടിയാൽ ഇതിങ്ങ് വരായി നോക്ക്, വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തൊരു സന്തോഷമായിന്നറിയാം. കാരണം നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ ഇത് ഭയങ്കര പൈസ കൊടുത്താൽ വാങ്ങുക കേട്ടോ. അത്രയ്ക്കൊന്നും അധ്വാനമൊന്നുമില്ല. അത് ഉണ്ടാക്കിയെടുക്കുക, ആർക്കും ഉണ്ടാക്കിയെടുക്കുക. വീട്ടിൽ വെച്ച് കുറച്ച് നേരം വറ്റിച്ചെടുക്കണം എന്നുള്ളൂ. നമ്മളെ ഫിസിക്കൽ ലേബർ വളരെ കുറവാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കിക്കോട്ടെ. നമ്മൾ വിചാരിക്കും ഇതുണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒന്നുമില്ല കേട്ടോ, വളരെ എളുപ്പം ഉണ്ടാക്കിയിട്ട് വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. നമ്മളൊരു സാധനം ഉണ്ടാക്കി അതൊരു പെർഫെക്ഷനിലെത്തിയാൽ കണ്ടോ, നിങ്ങൾ നോക്കിയതിൻ്റെ ഷേപ്പും എല്ലാം കണ്ടോ, വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയോണ്ട് ഇതിൻ്റെ ചൂടായി തന്നെ നിന്ന്, അതുകൊണ്ട് ഇത്രയും പെർഫെക്റ്റായത്. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനും ഈ വീഡിയോ വാച്ച് ചെയ്തതിനും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.